പ്രിയമുള്ളവരെ, മനുഷ്യർക്കിടയിൽ വലിയ രീതിയിൽ വ്യാപിച്ചിട്ടുള്ള ഏറ്റവും അപകടകരമായ ഒരു രോഗമാണ് ഏഷണിയും പരദൂഷണവും എന്നൊക്കെ പറയുന്നത്. ചരിത്രത്തിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് വ്യക്തികളെയും സമൂഹങ്ങളെയും വരെ ഈ ദുഷിച്ച ഗുണത്തിൻ്റെ പേരിൽ നശിപ്പിക്കപ്പെട്ടതായി നമുക്ക് കാണുവാൻ സാധിക്കും. പരസ്പരം മനുഷ്യർ തമ്മിൽ അകലാനും ഹൃദയത്തിൽ അകൽച്ചയുണ്ടാകാനും പരസ്പരം മറ്റുള്ളവരെ കുറിച്ച് മനസ്സിൽ ദുഷിച്ച ചിന്ത ഉണ്ടാകാനും അസൂയ ഉണ്ടാകാനുമൊക്കെ ഏഷണിയും പരദൂഷണവും ഗീബത്തും നമീമത്തും കാരണമാകുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ മനസ്സിനെ ഗ്രസിക്കുന്ന നീചമായ ദുർഗുണങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക എന്നത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മോശമായ ഗുണത്തെ സംബന്ധിച്ച് പരിശുദ്ധമായ ഖുർആനിൽ പലയിടങ്ങളിലായി മുഅ്മിനീങ്ങളെ താക്കീത് ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബൂ കസീറൻ മിനൽ-ളൻ ഇന്ന ബഅദൽ-ളന്നി ഇസ്മുൻ വലാ തജസ്സസു വലാ യഗ്തബ് ബഅദുകും ബഅദ. പ്രധാനമായും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹുജറാത്തിലെ ഈ ആയത്തിലൂടെ 3 ഗുണങ്ങളെ തൊട്ട് നമ്മളെ വിലക്കിയിരിക്കുകയാണ്. അത് വളരെയധികം കുറ്റകരമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് ഊഹമാണ്, രണ്ടാമത്തേത് ചാരവൃത്തി നടത്തലാണ്, മൂന്നാമത്തേത് പരദൂഷണം പറയലാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ദുർഗുണങ്ങൾ അവരിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് അല്ലാഹു പറയുന്നുണ്ട്. മുഅ്മിനീങ്ങളെ അഭിസംബോധനം ചെയ്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇജ്തനിബു, നിങ്ങൾ വിട്ടുനിൽക്കണം, കസീറൻ മിനൽ-ളൻ, ഊഹത്തിൽ നിന്ന്, അധിക കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ വിട്ടുനിൽക്കണം. ഇന്ന ബഅദൽ-ളന്നി ഇസ്മുൻ, ചില ഊഹങ്ങൾ അത് അല്ലാഹുവിൻ്റെ അടുക്കൽ വളരെയധികം ഗുരുതരമായ പാപങ്ങളാണ്. വലാ തജസ്സസു, നിങ്ങൾ ചാരവൃത്തി നടത്തരുത്. വലാ യഗ്തബ് ബഅദുകും ബഅദ, നിങ്ങളിൽ ചിലർ മറ്റു ചിലരെ ഗീബത്ത് പറയരുത്, പരദൂഷണം പറയരുത്. എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, അയുഹിബ്ബു അഹദുക്കും, നിങ്ങളിൽ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ അയ്യക്കുല ലഹ്മ അഖീഹി മൈത, അവന്റെ സഹോദരൻ, സ്വന്തം സഹോദരന്റെ മരിച്ചു കിടക്കുന്ന മയ്യത്തിൽ നിന്നും ഇറച്ചി ഭക്ഷിക്കുന്നത് നിങ്ങളിൽ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? ഫകരിഹ്തുമു, അതൊരു മ്ലേച്ഛമായ ദുഷിച്ച, നിങ്ങൾക്ക് അങ്ങേയറ്റം വെറുപ്പുളവാക്കുന്ന, ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമല്ലേ? അതുപോലെ തന്നെ ഇത്തരത്തിൽ നിങ്ങളെ മനസ്സിനെ പിടികൂടുന്ന രോഗങ്ങളോട് നിങ്ങൾക്ക് വെറുപ്പുണ്ടാകണം, നിങ്ങൾക്ക് അങ്ങേയറ്റത്തെ അകൽച്ച അതിനോട് പാലിക്കാൻ കഴിയണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. വത്തഖുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം, തഖ്വ ചെയ്യണം. ഇന്നല്ലാഹ തവ്വാബുർ റഹീം, തീർച്ചയായും അല്ലാഹു തൗബ സ്വീകരിക്കുന്നവനും അങ്ങേയറ്റത്തെ കാരുണ്യവാനുമാണ്. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അല്ലാഹുവിനോട് തൗബ ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരിക്കൽ ചോദിക്കപ്പെടുന്നുണ്ട്, യാ റസൂലല്ലാഹ് മൽ ഗീബ, നബിയെ എന്താണ് ഗീബത്ത് എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദിക്റുക അഖാക ബിമാ യക്റഹു, നീ നിന്റെ സഹോദരനെ കുറിച്ച് അവന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, അവന് വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങൾ അവനെ കുറിച്ച് പറയലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞു. അപ്പൊ അയാൾ വീണ്ടും ചോദിക്കുകയാണ്, അഫറഅയ്ത ഇൻ കാന ഫീ അഖീ മാ അഖൂൽ, ഞാൻ പറയുന്ന കാര്യം എൻ്റെ സഹോദരനിൽ ഉള്ളതാണെങ്കിലോ, അവനക്ക് അത് വെറുപ്പുണ്ടാക്കുന്നുണ്ടെങ്കിലും ഞാൻ പറയുന്ന കാര്യം ആ ഒരു മോശമായ ഗുണം അവനിലുണ്ട്, അങ്ങനെയുള്ളതാണ് ഞാൻ പറയുന്നതെങ്കിലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു.
നബി തങ്ങൾ പറഞ്ഞു, ഇൻകാന ഫീഹി മാ തഖൂലു ഫഖദ് ഇഗ്തബ്തഹു, നീ അവനിലുള്ള കാര്യമാണ് പറയുന്നതെങ്കിലാണ് നീ അവനെ കുറിച്ച് ഗീബത്ത് പറഞ്ഞിരിക്കുന്നത്, അതിനെയാണ് ഗീബത്ത് എന്ന് പറയുന്നത്. വഇല്ലം യകുൻ ഫീഹി ഫഖദ് ബഹത്തഹു, നീ അവനിൽ ഇല്ലാത്ത കാര്യമാണ് പറയുന്നതെങ്കിൽ അതിന് ഗീബത്ത് എന്നല്ല പറയുക, ഫഖദ് ബഹത്തഹു, നീ അവനെ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്, ബുഹ്താനാണത്. അത് ഗീബത്ത് വളരെയധികം ഗൗരവമുള്ള വിഷയമാണ് അള്ളാഹുവിന്റെ അടുക്കൽ. ബുഹ്താൻ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ അടുക്കൽ അതിനേക്കാൾ വളരെയധികം ഗൗരവമുള്ളതാണ്. ഗീബത്തിനെ കുറിച്ച് പറഞ്ഞതിനേക്കാൾ ഗൗരവമായിട്ടും അതുപോലെയുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ബുഹ്താനിനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആനിലൂടെ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ഗീബത്തിനെ സംബന്ധിച്ചിടത്തോളം ഗീബത്തിലേക്ക് ശൈത്താൻ ഒരു മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് അവനെ അത് പറയാൻ ആരെങ്കിലും രണ്ടാളുകൾ കൂടുമ്പോൾ അല്ലെങ്കിൽ കുറെ ആളുകൾ കൂടുമ്പോൾ മറ്റൊരാളെ കുറിച്ച് വളരെ അപകടകരമല്ലാത്ത രീതിയിൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ആയിരിക്കും ആ സംഭാഷണം തുടങ്ങുക. അങ്ങനെയാണെങ്കിൽ പോലും അത് പിന്നീട് മോശമായ കാര്യങ്ങൾ പറയുന്നതിലേക്ക് എത്തിക്കും. അതുകൊണ്ട് അതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ദുനിയാവിലോ ആഖിറത്തിലോ യാതൊരു രീതിയിലുള്ള ഉപകാരവും ചെയ്യാത്ത അത്തരം സംസാരങ്ങൾ, നമ്മളെ ആഖിറത്തിലുള്ള അമലുകളെ നഷ്ടപ്പെടുത്തുന്ന സംസാരങ്ങൾ, അതിലേക്ക് നമ്മൾ പോകുന്നതിനെ കുറിച്ച് നമ്മൾ വളരെയധികം ജാഗ്രതയുള്ളവരായിരിക്കണം. അത്തരത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടാകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനടി അവിടെ നിന്നും മാറിക്കളയണം, അല്ലെങ്കിൽ അതിനെ തൊട്ട് തടയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഗീബത്താണ് പറയുന്നതെന്നറിഞ്ഞാൽ മറ്റൊരാളെ കുറിച്ച് അയാളുടെ സാന്നിധ്യത്തിൽ പറയാൻ ധൈര്യപ്പെടാത്ത, പറയാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ ഉടനടി അത്തരത്തിലുള്ള സംസാരങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. അത്തരക്കാരോടുള്ള സഹവാസം അതൊരു മുഅ്മിനിന് യോജിച്ചതല്ല. സഹവാസത്തെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഖുതുബകളിൽ സൂചിപ്പിച്ചിരുന്നു. എത്തരത്തിലുള്ള സഹവാസമുള്ള ആളുകളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതെന്ന് നമ്മൾ അതിൽ വിശദീകരിച്ച് പറഞ്ഞിരുന്നു. യാ വൈലത ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഇങ്ങനെയുള്ള ഒരാളെ ഞാൻ സഹവാസിയായി, കൂട്ടുകാരനായി തിരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഓരോരുത്തരും പരിതപിക്കുന്ന, അവരുടെ വിരലുകൾ കടിക്കുന്ന, ഖേദിക്കുന്ന ആഖിറത്തിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചത് നമ്മൾ കഴിഞ്ഞ ഖുതുബകളിലൂടെ പറഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യതൂഫു ബിൽ കഅബ, നബി തങ്ങൾ ഒരിക്കൽ കഅബയെ തവാഫ് ചെയ്യുന്നത് ഞാൻ കാണുകയുണ്ടായി. ആ തവാഫ് ചെയ്യുന്നതിനിടയിൽ കഅബയെ നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്രകാരം പറഞ്ഞു, മാ അത്യബകി വ അത്യബ റീഹകി, നീ എത്രത്തോളം നല്ലതാണ്, നിന്റെ സുഗന്ധം എത്രയോ പരിമളമുള്ളതാണ്. വമാ അഅളമകി വ അഅളമ ഹുർമതകി, നീ എത്രയോ മഹത്വമുള്ളതാണ്, നിന്റെ പവിത്രത അത് അല്ലാഹുവിന്റെ അടുക്കൽ എത്രയോ മഹത്വമുള്ളതാണ്. വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, ഈ മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവൻ ആരുടെ കയ്യിലാണോ അവനാണ് സത്യം, അഥവാ അല്ലാഹുവാണ് സത്യം. ലഹുർമത്തുൽ മുഅ്മിനി അഅളമു ഹുർമതൻ ഇൻദല്ലാഹി മിൻകി, ഒരു മുഅ്മിനിന്റെ പവിത്രത എന്ന് പറയുന്നത് കഅബയെ നിന്നേക്കാളൊക്കെ എത്രയോ മടങ്ങ് അള്ളാഹുവിന്റെ അടുക്കൽ പവിത്രതയുള്ളതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. അതുകൊണ്ട് ഒരു മോശപ്പെട്ട ആളാണെങ്കിൽ പോലും, അയാൾ മുസ്ലിമാണെങ്കിൽ, മുഅ്മിനാണെങ്കിൽ, അയാളുടെ രഹസ്യ ജീവിതത്തിൽ അല്ലെങ്കിൽ അയാളുമായി അള്ളാഹുവിനുള്ള ബന്ധം, അയാളെ കുറിച്ചിട്ട് അള്ളാഹുവിനുള്ള അഭിപ്രായം എന്താണെന്ന് നമ്മൾക്കറിയുകയില്ല. അത്തരത്തിലുള്ള ഒരു മുസ്ലിമിനെ കുറിച്ച്, മുഅ്മിനിനെ കുറിച്ച് നമ്മൾ ഗീബത്ത് പറയുമ്പോൾ അത് നമുക്കെതിരിൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വല്ല തീരുമാനവും ഉണ്ടായാക്കാവുന്ന തരത്തിലാണ് എന്നുള്ളത് നമ്മൾ പേടിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ, ഗീബത്ത് പോലെ തന്നെ മറ്റുള്ള ആളുകളെ കുറിച്ച് പരദൂഷണം പറയുക, ഏഷണി പറയുക എന്നതും നമ്മൾ പേടിക്കേണ്ട കാര്യമാണ്. രണ്ടാളുകളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ഒരാളുടെ അടുക്കൽ പോയി വേറൊരു രീതിയിലും മറ്റൊരാളുടെ അടുക്കൽ പോയി വേറൊരു രീതിയിലും പറഞ്ഞുകൊണ്ട് അവരെ പരസ്പരം തമ്മിൽ തെറ്റിക്കുന്ന ഏഷണിക്കാരായ ആളുകൾ ലാ യദ്ഖുലുൽ ജന്നത, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. അതുപോലെ തന്നെ
മറ്റുള്ളവരെ കുറിച്ച് മോശമായ പ്രയോഗങ്ങൾ അത് എത്ര ലഘുവായതാണെങ്കിലും അത് ഉപേക്ഷിക്കണമെന്ന് നബി തങ്ങളുടെ ഒരുപാട് ഹദീസുകളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അവരുടെ അടുക്കൽ തന്നെ വന്നുപോയ ഒരു വീഴ്ചയെ കുറിച്ച് അവര് നമുക്ക് പറഞ്ഞു തരികയാണ്. ഖുൽതു ലിന്നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ നബി തങ്ങൾ എൻ്റെ കൂടെ ആയിരുന്നപ്പോൾ നബി തങ്ങളോട് ഞാൻ പറയുകയുണ്ടായി, ഹസ്ബുക മിൻ സഫിയ്യത കദാ വകദാ വഖാല ഗൈറ മുസദ്ദദ് തഅനി ഖസീറ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ നബി തങ്ങളുടെ മറ്റൊരു പത്നിയായ സഫിയ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് ചെറിയ ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. അവര് ഉയരം കുറഞ്ഞ കുറിയവളാണ് എന്നുള്ള രീതിയിൽ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്നെ അത്തരത്തിൽ പറയാൻ വേണ്ടി സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞതിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അത് വിലക്കുകയും അങ്ങനെ പറയാൻ പാടില്ല എന്ന് എന്നോട് പറയുകയും ചെയ്തു. ലഖദ് ഖുൽതി കലിമതൻ ലൗ മുസിജത് ബിമാഇൽ ബഹരി ലമസജത്ഹു. ആയിഷ, നീ ഇപ്പോൾ പറഞ്ഞ ആ വാക്ക് അത് പറയാൻ പാടില്ല. അതെങ്ങാനും ഒരു കടലിൽ കൊണ്ടുപോയി കലക്കുകയാണെങ്കിൽ അത്രയും വലിയ ആ സമുദ്രത്തെ മുഴുവൻ കലക്കുമാറ് അത്രയും ദുഷിച്ച, അത്രയും പറയാൻ പാടില്ലാത്ത വാക്കാണതെന്ന് ആയിഷ റളിയല്ലാഹു അൻഹക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അത് നമുക്ക് പറഞ്ഞു തരുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ അത് എത്ര വലിയ അമലുകളാണെങ്കിലും അത് നിഷ്ഫലമായി പോകുന്നതാണെന്ന് ഹദീസിന്റെ വചനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഗീബത്തും നമീമത്തും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മൾ എത്ര കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിലും അത് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടാതെ, അല്ലെങ്കിൽ സ്വീകരിച്ച അമലുകളാണെങ്കിലും അത് ആഖിറത്തിൽ നമ്മൾ ആരെക്കുറിച്ചാണോ പറഞ്ഞത് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കൊടുക്കുന്ന രീതിയിലാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഒരിക്കൽ നബി തങ്ങള് സ്വഹാബികളോട് ചോദിക്കുകയാണ്, അതദറൂന മൽ മുഫ്ലിസ്, മുഫ്ലിസ് പാപ്പരായ ആള് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? കടം കൊണ്ട് കടക്കണിയിലായി അങ്ങേയറ്റം ബുദ്ധിമുട്ടുന്ന ആൾക്കാണ് മുഫ്ലിസ് എന്ന് പറയുന്നത്. യാതൊരു വിധത്തിലുള്ള സമ്പാദ്യവുമില്ലാത്ത ആളെ കുറിച്ചാണ് മുഫ്ലിസ്, പാപ്പര് എന്ന് പറയുന്നത്. സ്വഹാബികള് അവർക്കറിയാവുന്ന പാപ്പര് അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുത്തു. അൽ മുഫ്ലിസു ഫീന, ഞങ്ങളുടെ അടുക്കൽ ഞങ്ങള് മുഫ്ലിസ് എന്ന് പറയുന്നത്, പാപ്പരെന്ന് പറയുന്നത്, മല്ലാ ദിർഹമ ലഹു വലാ മതാ, ദിർഹമൊന്നുമില്ലാത്ത, സമ്പാദ്യങ്ങളൊന്നുമില്ലാത്ത, ദുനിയാവിന്റെ മറ്റ് വിഭവങ്ങളൊന്നുമില്ലാത്ത ആളെ കുറിച്ചാണ് ഞങ്ങൾ മുഫ്ലിസ് എന്ന് പറയാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി, എന്നാൽ എന്റെ ഉമ്മത്തില് മുഫ്ലിസ് എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് യഅതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ചില ആളുകൾ വരും, ബിസ്വലാത്തിൻ വസിയാമിൻ വസകാത്തിൻ, ഒരുപാട് നന്മകൾ അനുഷ്ഠിച്ചവരായി, നോമ്പ് കൊണ്ട്, സക്കാത്ത് കൊണ്ട്, അതുപോലെ തന്നെ നമസ്കാരവും കൊണ്ട്, പലവിധ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഖിയാമത്ത് നാളിൽ ചില ആളുകൾ എന്റെ ഉമ്മത്തിൽ നിന്നും അള്ളാഹുവിന്റെ അടുക്കൽ വരുന്നതാണ്. വയഅതി ഖദ് ശതമ ഹാദാ വഖദഫ ഹാദാ വഅകല മാല ഹാദാ വസഫക ദമ ഹാദാ വദറബ ഹാദാ, അങ്ങനെ ഒരുപാട് നല്ല ഗുണങ്ങളുമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരുപാട് നന്മകളും ഗുണങ്ങളുമൊക്കെ ആയിക്കൊണ്ട് ചില ആളുകൾ വരുമ്പോൾ അവരുടെ അടുക്കൽ അവരെ കുറിച്ച് പരാതി പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ മറ്റു ചില ആളുകൾ വരും. എന്നെ ഇയാള് ചീത്ത പറഞ്ഞിരുന്നു, ഇയാൾ എന്റെ അഭിമാനം പിച്ചിച്ചീന്തിയിരുന്നു, ഇയാൾ എന്നെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു, ഇയാൾ എന്റെ സമ്പത്ത് അന്യായമായ നിലയിൽ തട്ടിപ്പറിച്ചെടുത്തിരുന്നു, ഇയാൾ എന്റെ രക്തം ചിന്തിയിരുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട്, അന്യായമായി ആക്രമിച്ചിരുന്നു എന്നിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അയാളുടെ പരാതിയും കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ മറ്റു ചില ആളുകൾ വരുന്നതാണ്. അങ്ങനെ അയാളെ കുറിച്ച് ആരൊക്കെയാണോ പരാതി പറയുന്നത് അവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പറയപ്പെട്ട ആളുടെ നന്മയിൽ നിന്നും, ഈ ഒരുപാട് സകാത്തും നോമ്പും നമസ്കാരവും ഒക്കെയായി വന്ന ആളുടെ നന്മകളിൽ നിന്നും അള്ളാഹു എടുക്കുകയും ആ പരാതി പറഞ്ഞ ആൾക്ക് കൊടുക്കുകയും ചെയ്യുന്നതാണ്. ഇനി പരാതിക്കാര് തീരുന്നതിന് മുമ്പ് അയാളുടെ നന്മകൾ തീർന്നു പോവുകയാണെങ്കിൽ, ഇനിയും പരാതിക്കാര് ബാക്കിയാണ്, അവർക്ക് എടുത്തു കൊടുക്കാൻ ഇയാളുടെ അടുക്കൽ നന്മയൊന്നുമില്ല, അത്തരത്തിൽ അയാളുടെ നന്മകൾ തീർന്നു പോവുകയാണെങ്കിൽ
അയാൾക്ക് അത് പാപമായി രേഖപ്പെടുത്തുകയും അയാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തു നിന്നും നരകത്തിലേക്ക് എറിയപ്പെടുന്നതുമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. അത്തരത്തിലുള്ള ആളുകളാണ് എൻ്റെ ഉമ്മത്തിലെ പാപ്പരെന്ന് നബി തങ്ങൾ സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നൽ അബ്ദ ലയുഅതാ കിതാബഹു യൗമൽ ഖിയാമ ഫയറാ ഫീഹി ഹസനാത്തിൻ ലം യകുൻ അമിലഹ. ഖിയാമത്ത് നാളിൽ അടിമക്ക് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നും അവൻ ചെയ്ത അമലുകളെ രേഖപ്പെടുത്തിയ കിതാബ് കൊടുക്കപ്പെടുന്നതാണ്. ഫയറാ ഫീഹി ഹസനാത്തിൻ ലം യകുൻ അമിലഹ, അവൻ ചെയ്തിട്ടില്ലാത്ത പല നന്മകളെയും അവൻ അതിൽ കാണുന്നതാണ്. അപ്പോൾ അവൻ അല്ലാഹുവിനോട് പറയും, യാ റബ്ബ് മിൻ ഐന ലി ഹാദാ, അല്ലാഹുവേ എനിക്കെങ്ങനെയാണ് ഇത്തരത്തിലുള്ള നന്മകൾ രേഖപ്പെടുത്തപ്പെട്ടത്, ഇത് ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അല്ലാഹു പറയുന്നതാണ്, ഹാദാ ബിമഖ്താബക അന്നാസു വ അൻത ലാ തശ്ഉർ, നീ അറിയാതെ നിന്നെക്കുറിച്ച് മറ്റുള്ള ആളുകൾ ഗീബത്ത് പറഞ്ഞതിന്റെ പേരിൽ അവരുടെ നന്മകൾ നിനക്ക് രേഖപ്പെടുത്തിയതാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറയുന്നതാണ്. മിഹ്റാജിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചെമ്പിന്റെ നഖം കൊണ്ട് സ്വന്തം മുഖവും നെഞ്ചും മാന്തിപ്പിളർക്കുന്ന ചില ആളുകളെ കാണിക്കപ്പെടുകയുണ്ടായി. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം നബി തങ്ങളോട് പറഞ്ഞു, ഈ ആളുകൾ ഇത്തരത്തിൽ ശിക്ഷിക്കപ്പെടുന്ന സ്വന്തം ചെമ്പിന്റെ നഖം ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം നെഞ്ചും മുഖവും മാന്തിപ്പിളർക്കുന്ന ഇക്കൂട്ടർ മറ്റുള്ള ആളുകളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തിയ ആളുകളാണെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇന്ന റജുല ല യതകല്ലമു ബികലിമത്തിൻ മാ യുൽഖി ലഹാ ബാല, ചില സമയത്ത് ചില ആളുകൾ ചില വാക്കുകൾ പറയും, അവരതിന് വലിയ ഗൗരവമൊന്നും കാണുകയില്ല, അവരത് സാധാരണ രീതിയിൽ പറഞ്ഞതായിരിക്കും. ഫയഹ്വി ബിഹാ ഫീ നാരി ജഹന്നം, എന്നാൽ ആ വാക്കിന്റെ ഗൗരവത്തിന്റെ കാരണമായിട്ട് അവർ നാളെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മർറ ബിഖബറൈൻ, നബി തങ്ങൾ രണ്ട് ഖബറിന്റെ അടുക്കലോടുകൂടി നടന്നു പോവുകയുണ്ടായി. ഫഖാല ഇന്നഹുമാ യുഅദ്ദബാൻ, നബി തങ്ങൾ ആ രണ്ട് ഖബറിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഈ ഖബറിലുള്ള രണ്ടാളുകളും ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വമാ യുഅദ്ദബാനി ഫീ കബീർ, അവർ രണ്ടുപേരും ശിക്ഷിക്കപ്പെടുന്നത് വലിയ വൻപാപങ്ങളുടെ പേരിലൊന്നുമല്ല. ബല ഇന്നഹു കബീർ, വൻപാപമല്ലെങ്കിലും അള്ളാഹുവിന്റെ അടുക്കല് വലിയ ഗൗരവമുള്ള വിഷയത്തിന്റെ പേരിലാണ് അവർ രണ്ടുപേരും ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അമ്മ അഹദുഹുമ ഫകാന യംശി ബിൻ നമീമ, അതിലൊരാൾ ശിക്ഷിക്കപ്പെടുന്നത് അയാൾ നമീമത്ത് പറഞ്ഞു നടക്കുന്ന ആളായിരുന്നു. വഅമ്മൽ ആഖറു ഫകാന ലാ യസ്തതിറു മിൻ ബൗലിഹി, രണ്ടാമത്തെ ആള് അയാളുടെ മൂത്രത്തിൽ നിന്നും സംരക്ഷിച്ചിരുന്നില്ല, അയാൾ ആ നജസിൽ നിന്നും സംരക്ഷിക്കാതെ അയാൾ അലസമായി കൊണ്ടാണ് അതിനെ കൈകാര്യം ചെയ്തിരുന്നത്. അത്തരത്തിലുള്ള ആളാണ് ഈ ഖബറിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ആയത്തുകളെയൊക്കെ തഫ്സീർ ചെയ്തുകൊണ്ട് ഗീബത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഫകം മഫ്സദത്തുൽ ഗീബത്തു മിൻ അഅ്മാലിസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ സച്ചരിതരായ അള്ളാഹുവിന്റെ നല്ല ദാസന്മാരായ ആളുകളുടെ എത്രയോ അമലുകൾ ഗീബത്ത് കാരണമായിട്ട് അത് നിഷ്ഫലമായി പോയിട്ടുണ്ട്. വകം മഹ്ബതത് മിൻ ഉജൂരിൽ ആമിലീൻ, ആമിലീങ്ങളായ ആബിദീങ്ങളായ അള്ളാഹുവിന് ഒരുപാട് ഇബാദത്ത് ചെയ്യുന്ന ആളുകളുടെ ഒരുപാട് പ്രതിഫലങ്ങൾ ഗീബത്ത് കാരണമായിട്ട് ഒളിഞ്ഞു പോയിട്ടുണ്ട്. വകം ജബലത് മിൻ സുഖ്തി റബ്ബിൽ ആലമീൻ, പല സന്ദർഭങ്ങളിലും അള്ളാഹുവിന്റെ കോപം വിളിച്ചു വരുത്തുന്നതിൽ ഈ ഗീബത്ത് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഫൽ ഗീബത്തു ഫാകിഹത്തുൽ അർസലീൻ, ഏറ്റവും നീചന്മാരായ നികൃഷ്ടന്മാരായ ആളുകളുടെ ഭക്ഷണമാണ് ഗീബത്ത്. അവർക്കത് പറഞ്ഞിട്ടില്ലെങ്കിൽ മനസ്സിന് സ്വസ്ഥത ലഭിക്കുകയില്ല. അത്തരത്തിലുള്ള നീചരായ ആളുകളുടെ ഭക്ഷണമാണ് ഗീബത്ത്. വസിലാഹുൽ ആജിസീൻ, അശക്തരായ ആളുകളുടെ ആയുധമാണ്. മുഖത്ത് നോക്കി ധൈര്യത്തോടുകൂടി തെറ്റിനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത ആളുകളുടെ ആയുധമാണ് പരസ്പരം ഇത്തരത്തിൽ ഗീബത്ത് പറയുക എന്നത്. മുദ്ഗത്തുൻ ഖാലമാ ലഫളത്ഹാ അഫ്വാഹുൽ മുത്തഖീൻ, മുത്തഖീങ്ങളായ എത്രയോ ആളുകളുടെ വായിൽ നിന്നും
ഇത് കാരണമായിട്ട് മോശമായ വാക്കുകൾ വന്നിട്ടുണ്ട്. അസ്മാഉൽ അക്രമീൻ, ഇതിലൊന്നും പെടണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് നല്ലവരായ ആളുകളായി മാറി നിന്നവരെ പോലും ഈ അവരുടെ കേൾവി, ഈ ഗീബത്ത് കാരണമായിട്ട് അവർക്ക് മോശമായ പലതും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഇമാം നബവി റഹിമഹുല്ല പറയുന്നുണ്ട്, പ്രായപൂർത്തിയായ വിവേകമുള്ള ഓരോ മുസ്ലിമും ഉപകാരപ്രദമല്ലാത്ത എല്ലാ സംസാരങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന് പരിശുദ്ധമായ ഖുർആന്റെ ആയത്തുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്തരത്തിൽ നമുക്കത് നിരുപദ്രവകരമാണ് എന്ന് തോന്നിയാൽ പോലും അത് പിന്നീട് ഉപദ്രവകരമായ സംസാരത്തിലേക്ക് എത്തിക്കും. അത്തരത്തിലുള്ള സംസാരം പിന്നീട് വെറുക്കപ്പെട്ട, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത സംസാരങ്ങളിലേക്കും പിന്നീട് വിലക്കപ്പെട്ട നിഷിദ്ധമായ ഹറാമായ സംസാരങ്ങളിലേക്കും കൊണ്ടെത്തിക്കും. അതുകൊണ്ട് സുരക്ഷിതമായിടത്ത് നിൽക്കുന്നതാണ് എപ്പോഴും ഒരു മുസ്ലിമിന് ഏറ്റവും അഭികാമ്യമായ കാര്യമെന്ന് ഇമാം നവവി റഹിമഹുല്ല വിശദീകരിക്കുന്നുണ്ട്. ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, മൻ നജാ, നബിയെ എന്താണ് ഇതിൽ നിന്നൊക്കെ ഒരു രക്ഷാമാർഗം? എനിക്ക് ഇതിനെ തടുക്കാൻ, ഇതിനേക്ക് ചെറുക്കാൻ ഒരു രക്ഷാമാർഗം പറഞ്ഞു തരണമെന്ന് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്. നബി തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, അംസിക അലൈക ലിസാനക. ആദ്യമായി നബി തങ്ങൾ ഉപദേശിച്ചത് നീ നിന്റെ നാവിനെ പിടിച്ചു കെട്ടണം. വൽയസഅക ബൈതുക. രണ്ടാമതായി നിന്റെ വീട് നിനക്ക് എപ്പോഴും മതിയായതായിരിക്കണം. അവിടെ നിനക്ക് ചെന്നാൽ സമാധാനം കിട്ടുന്ന, സ്വസ്ഥത കിട്ടുന്ന തരത്തിൽ അവിടെയുള്ളവരെ സംസ്കരിക്കാനും അവിടെയുള്ളവരെ ദീനുള്ളവരാക്കാനും നീ പരിശ്രമിക്കണം. വബ്കി അലാ ഖതീഅതിക. മൂന്നാമതായി നീ ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ നിനക്കെപ്പോഴും അള്ളാഹുവിനെ ഓർത്ത് കരച്ചിലുണ്ടാകണം. ഈ മൂന്ന് കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് നിനക്ക് നാളെ ആഖിറത്തിൽ രക്ഷാമാർഗമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അൽ ഗീബത്തു അശദ്ദു മിനസ് സിന. നബി തങ്ങൾ മറ്റൊരിക്കൽ പറഞ്ഞു, ഗീബത്ത്, മറ്റുള്ളവരെ പരദൂഷണം പറയുക എന്നത് അത് സിനയേക്കാൾ, വ്യഭിചാരത്തെക്കാൾ ഏറ്റവും കഠിനമായതാണ്. യാ റസൂലല്ലാഹ് വകൈഫൽ ഗീബത്തു അശദ്ദു മിനസ് സിന. സ്വഹാബാക്കൾ ചോദിച്ചു, നബിയെ, സിനയേക്കാൾ, വ്യഭിചാരത്തെക്കാൾ എങ്ങനെയാണ് മറ്റൊരാളെ കുറിച്ചിട്ട് മോശം പറയുന്നത് കഠിനമാകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നർ റജുല ലയസ്നി ഫയതൂബു ഫയതൂബുല്ലാഹു അലൈഹി. ഒരു മനുഷ്യൻ സിന ചെയ്യുകയാണെങ്കിൽ അയാൾ അതിൽ നിന്നും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തൗബ ചെയ്താൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് പുറത്തു കൊടുക്കും. എന്നാൽ വഇന്ന സാഹിബൽ ഗീബത്തി ലാ യുഗ്ഫറു ലഹു ഹത്താ യഗ്ഫറഹാ ലഹു സാഹിബുഹു. എന്നാൽ ഒരാളെ കുറിച്ച് ഗീബത്ത് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആരെ കുറിച്ചാണോ ഗീബത്ത് പറഞ്ഞത് അയാൾ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുന്നത് വരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് പുറത്തു കൊടുക്കുകയില്ല. അതുകൊണ്ട് സിനയേക്കാൾ കഠിനമായതാണ് ഗീബത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള മോശമായ ഗുണങ്ങളിൽ നിന്നും നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആഖിറത്തില് നമ്മളുടെ അമലുകളെ നിഷ്ഫലമാക്കി കളയുന്ന ഗീബത്തിനെയും നമീമത്തിനെയും പോലെ മറ്റുള്ള ഒരുപാട് മാനസികമായ രോഗങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഉജ്ബ്, ഞാനെന്ന ചിന്ത, അഹംഭാവം, അതുപോലെ ഒരുപാട് മാനസികമായ രോഗങ്ങൾ. അതിൽ നിന്നെല്ലാം ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ വിട്ടുനിൽക്കണം. അത്തരത്തിൽ മോശമായ ഗുണങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് എന്തെങ്കിലും പിഴവുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ തിരുത്താനും അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.